നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പേര് നമ്മൾ ആർ സി നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഇൻഷുറൻസ് കൂടി മാറ്റണം. ഇൻഷുറൻസ് കൂടി മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. എൻ്റെ പേര് ആന്റണി തോമസ്, ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഞാൻ ഇതേപോലെയുള്ള വാഹന സംബന്ധമായ അല്ലെങ്കിൽ LIC സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് സംബന്ധമായിട്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മിക്കവാറും തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിനെ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വയ്ക്കും ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് തരിക. അതോടൊപ്പം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങി നമ്മളതിൻ്റെ RC പേര് മാറ്റും. ഒരു പക്ഷേ ഇൻഷുറൻസ് പിന്നെ ഡേറ്റ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസമൊക്കെ സമയം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വയ്ക്കും. പക്ഷെ അങ്ങനെ വരുന്ന സമയത്തിന് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ RC പേര് മാറി 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് അതിൻ്റെ പരിരക്ഷ നഷ്ടപ്പെടും. അതായത് 14 ദിവസത്തിന് ശേഷം വണ്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ക്ലെയിം ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾ ഈ 14 ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഇതാണ്. നിങ്ങൾ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ അതിന് നമുക്ക് ഒരു ചിലവ് 60 രൂപയാണ്. അസെന്റ് ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ അതിന് നോ ക്ലെയിം ബോണസ് NCB അതിൽ എന്തെങ്കിലും മുൻപത്തെ ഓണർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് നിങ്ങൾ തിരിച്ചടയ്ക്കണം. അതായത് അതിൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകൾ, ആ ഇൻഷുറൻസ് പോളിസി, പുതിയ RC കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ആ ഇൻഷുറൻസ് കമ്പനിയിൽ ഏത് കമ്പനിയുടെ ആണോ നിങ്ങളുടെ നിലവിലുള്ള പോളിസി ഇരിക്കുന്നത് വെച്ചാൽ ആ കമ്പനിയിൽ കൊണ്ടുപോകും. ഇപ്പോൾ യുണൈറ്റഡിൻ്റെ പോളിസിയാണ് യുണൈറ്റഡിൻ്റെ ഓഫീസിൽ പോകുക, ന്യൂഇന്ത്യയുടെ ആണെങ്കിൽ ന്യൂഇന്ത്യയുടെ ഓഫീസിൽ, ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ അതിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇനി ഇത് ഈ 14 ദിവസം കഴിഞ്ഞുവെങ്കിൽ അത് ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു പക്ഷേ വണ്ടി കൂടി നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. വണ്ടി കൊണ്ടുപോയിട്ട് വണ്ടി ഫോട്ടോ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ കാണേണ്ടി വരും, ഓഫീസർ കാണേണ്ടി വരും. ഇപ്പം ഞങ്ങളുടെയൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ഇവിടെയുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടാൽ മതി. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥലം എവിടെയൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ പരിസരത്തിൽ ഏതെങ്കിലും ഇതേപോലുള്ള ഡ്രൈവർമാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം, അതിലെ അവിടുത്തെ ഇൻഷുറൻസ് കമ്പനികളോട് ചെയ്യിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പേര് മാറ്റാതിരിക്കരുത്. കാരണം പേര് മാറ്റിയെങ്കിൽ യാതൊരു ക്ലെയിമും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആന്റണി തോമസ്, ഇൻഷുറൻസ് അഡ്വൈസറാണ്. നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഇപ്പോൾ വാഹന ഇൻഷുറൻസിനെ കുറിച്ചോ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചോ LIC കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊരു വോയിസ് ഇടുക. വോയിസ് ഇടുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലം വെക്കുക. കാരണം വിളിക്കാതിരിക്കുക. കാരണം വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഇട്ടാൽ ഞാൻ അതിന് മറുപടി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് LIC പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ച് ഒരു വോയിസ് ഇട്ട് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ